എന്നിട്ടോ സമ്മതം ചോദിച്ചിട്ട് മൂപ്പരെന്താ പറയാ? മൂപ്പരൊന്നും മിണ്ടൂല. അപ്പൊ മിണ്ടാഞ്ഞാ പറ്റുമോ? റസൂലുള്ള പറഞ്ഞു ഇതിനുഹാ സുകൂത്തുഹാ, അതായത് വിക്കറായ കന്യകയായ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ അവളോട് സമ്മതം ചോദിക്കൽ സുന്നത്താണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കന്യകയായ പെണ്ണിനെ ഞാൻ എന്നെ കെട്ടിക്കട്ടെ എന്ന് വെച്ചാൽ സമ്മതം തരുമോ? നിങ്ങളാരും മിണ്ടാത്ത ഇന്നത്തെ പെൺകുട്ടികളെ കണ്ടോണ്ടാണ്. പണ്ടത്തെ പെൺകുട്ടികളോട് ചോദിച്ചാൽ മുണ്ടനല്ലേ. ഇന്നത്തെ പെൺകുട്ടികളോ എന്റെ വാപ്പയെ 2 കൊല്ലം വൈകി പോയി നിങ്ങളത് ചോദിക്കാൻ എന്ന് ചോദിച്ചു. കാലത്തിന്റെ വ്യത്യാസമാണ്. പുണ്യനബി ആ കാലഘട്ടത്തിൽ പറയുകയാണ് വിക്കറായ കന്യകയായ പെണ്ണിനോട് ചോദിച്ചാൽ ഓള് സമ്മതം തോന്നണമെന്നുള്ളതില്ല. അതുകൊണ്ട് ഓളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മൗനം സമ്മതമാണ്. ഇയാള് പറയാം. അതേപോലെ ഞാൻ ഇന്നും അറബിനോട് പറയും ഞാൻ 100 ദിർഹം എടുത്തിട്ടോ. 100 ദിർഹം എന്ന് ചിലപ്പോൾ പറയുമ്പോൾ ദിർഹം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അറബി തിരിഞ്ഞു നോക്കിയെന്ന് വരും. അപ്പൊ 100 ദിർഹം എടുത്തിട്ടോ. ഹലാലാകുമോ? ഇല്ല. ഏതു കച്ചവടക്കാരനായി പറഞ്ഞത്? മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. ഈ ഹദീസ് ഓതുമ്പോഴേക്ക് എന്റെ മനോമുഖരത്തിലേക്ക് ഓടി വരാറുള്ളതാ മഹാനാല്ലേ. എടുത്ത് കച്ചവടം ചെയ്തല്ലോ. മരക്കച്ചവടം ചെയ്തല്ലോ. മരക്കച്ചവടം ഞാൻ ചോദിക്കട്ടെ, മരക്കച്ചവടം ചെയ്തിട്ട് ആരെങ്കിലും പൊട്ടിപ്പോയ ചരിത്രത്തിലുണ്ടില്ല? പൊട്ടിയ ഒരാൾ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്തേ കച്ചവടം ചെയ്തു? മരക്കച്ചവടം പൊട്ടി പാളിസായി. എന്താ കാരണം? ആള് മരം വാങ്ങാൻ വന്നാ പറയുന്ന ഇതാണ് മരം, ഇത്ര നീളം, ഇത്ര തടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇതാ. എന്നിട്ട് എനിക്ക് ഇതിന് ഇത്ര റുപ്യ കിട്ടണം, 25,000 റുപ്യ കിട്ടണം. പക്ഷേ ഇതിനിതാ ഇവിടെ ചെറിയ ഒരു ദ്വാരമുണ്ട്. ഇതീർന്നു നോക്കിയാൽ ചിലപ്പോൾ അകത്ത് വലിയ പൊള്ളയാവാം. ആരെങ്കിലും വാങ്ങും. ആൾക്കാർ പറഞ്ഞു ഉസ്താദേ ഉള്ള ഓട്ട അടച്ചിട്ട് കച്ചവടം ചെയ്യാന്നല്ലാതെ ഉള്ളത് ചിലപ്പോൾ ഉള്ളിക്ക് കിടന്നാൽ വലുതാവും എന്നൊക്കെ പറഞ്ഞ് ആരാ വാങ്ങുമെന്ന് വെച്ചു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ ഭയപ്പെടുന്നത് ഭൂമിയിലെ ദാരിദ്ര്യമല്ല, ഉഖ്റവിയായ ലോകത്തെ ദരിദ്രനായി പോകുന്നതാ. കണ്ണിയത്ത് അഹ്മദിന്റെ കച്ചവടം ഭൂമിയിൽ നടന്നില്ലെങ്കിലും റിസ്ഖ് അല്ലാഹു ഏറ്റതാ. എന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാനൊക്കെ ഒറ്റടിക്കേ പറയുന്നുള്ളൂ. ഇതിൽ ഓരോന്നും ഓരോ ദിവസം പറയേണ്ട വിഷയമാണ്. കച്ചവടം സമ്പാദനത്തിന്റെ മറ്റൊരു വഴിയാണ്. പിന്നെയോ കൃഷി. കൃഷി ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഭൂമിയിൽ കൂലിയാണ്. ഭൂമിയിൽ നമ്മളൊരു വിത്ത് പിടിച്ചിട്ടുണ്ടാവും. ഒരു ചെടിയെങ്കിലും നമ്മൾ കുഴിച്ചിട്ട് നമ്മളൊക്കെ അങ്ങാടി പോകുമ്പോൾ നമുക്ക് എനിക്കും കിട്ടണം പണം എന്ന് പണ്ടൊരാൾ പറഞ്ഞാൽ എനിക്കും കിട്ടണം പണം. നമ്മൾ വേഗം പണക്കാരനാവുന്ന വഴിയാണ്. എത്രയാ കൂലി? അതിന്റെ പുറമെ കൊളസ്ട്രോളിന് എത്രയാ കൊളസ്ട്രോൾ കുറെ കൈക്കോട്ടത്തിനടുത്ത് കുത്തിയേക്കണേ. അവനവന്റെ പറമ്പത്ത് വെറുതെ തരിശായി കിടക്കല്ലേ. തരിശായി കിടക്കുകയില്ല. എന്നിട്ടോ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി വിടുന്ന തമിഴ്നാട്ടുകാരൻ വിഷലിപ്തമായവൻ ഭ്രമിച്ചെടുക്കുന്നവൻ ഉണ്ടാക്കി എടുക്കുന്ന പച്ചക്കറി അവരെ സ്വഭാവം തരങ്ങൾ ഓൽക്ക് തിന്ന അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാടുണ്ടാവും. ഓല അയില ഉണ്ടാക്കുക. അയില ഈ വിഷമൊന്നും ഉപയോഗിക്കൂല. വിഷമൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര വിളവെടുക്കുന്ന പച്ചക്കറിയൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് വിടും. നമ്മളൊക്കെ അടിച്ചു മാറിയിട്ട് വയറിൽ ക്യാൻസർ, ലിവറിൽ ക്യാൻസർ, ലെൻസിന് ക്യാൻസർ, എല്ലാ തലത്തും ക്യാൻസർ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൊണ്ട് ഭൂമിയിൽ നമ്മൾ വല്ല പച്ചക്കറിയും നട്ടിട്ടുണ്ടോ? വൃക്ഷം നട്ടിട്ടുണ്ടോ? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൃഷി ഏറ്റവും നല്ല സമ്പാദനത്തിന്റെ വഴിയാ. കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുന്നവനാ. കൃഷിയാണോ കച്ചവടമാണോ ഏറ്റവും ശ്രേഷ്ഠം? അഭിപ്രായ വ്യത്യാസം. കൃഷിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ്. എന്തുകൊണ്ട്? 2 കാര്യമുണ്ട്. ഒന്ന്, കൃഷി ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ളതാണ്. ജനങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളെ കാലത്ത് അങ്ങനെയല്ല. ജനങ്ങൾ തിന്നാലും തിന്നില്ലേ നമുക്ക് ലാഭം ഉണ്ടാവണം. അതല്ലേ കാസർഗോഡിന്റെ മണ്ണിലെമ്പാടും എൻഡോസൾഫാന്റെ ഇരകളുണ്ടായത്.
എൻഡോസൾഫാന്റെ ഇരകളായി കാസർഗോഡിന്റെ ഒരു ഭാഗം മാറിയിരുന്നുകൊണ്ട് കശുവണ്ടി ഇല്ലാത്തത് കൊണ്ടല്ല, അമിതമായ ഉൽപാദനവും നാശവും ആ നാശത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടവും നികത്താൻ മാരകമായ വിഷം പ്രയോഗിച്ചതാണ്. നിങ്ങൾ ചിന്തിക്കണേ, പുണ്യ നബിയാ പറയുന്നത്. അത് പച്ചക്കറികൾ കൃഷി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. ഒന്ന്. രണ്ടായി തവക്കുലുണ്ട്. ഒരു വിത്ത് കുഴിച്ചിട്ട് ഉണ്ടായിക്കോളുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചോനെ നക്കത്തിലാവൂന്ന് വിചാരിച്ചിട്ടാ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ തവക്കുലുണ്ട്. അതേപോലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ സംഗതിയാണ്. അതുകൊണ്ട് കൃഷി എന്നത് വരുമാനത്തിന്റെ ഏറ്റവും നല്ല ഉപാധിയാണ്. ഒരുപാടുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇതിനൊക്കെ സമ്പാദിക്കാൻ വിശുദ്ധമായ ഇസ്ലാം പറയുകയാണ്, എങ്ങനെ ഹലാലിലൂടെ സമ്പാദിക്കാവോ. കാരണം എന്താ? ഹറാമായി പോയോ ആ ഹറാം എത്തുന്ന വയറുകളും ആ ഹറാം ഭക്ഷിക്കുന്ന ശരീരത്തിന്റെ ഉടമകളും മുഴുവൻ നരകത്തിന്റെ വരകുകളായി തീരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുണ്യ നബി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വരുമ്പോൾ തന്നെ റസൂലുള്ളാഹി കണ്ടതെന്താ? ഹുസൈനാ, ഫാത്തിമയുടെ കുഞ്ഞുമോനാ, തന്റെ പ്രിയപ്പെട്ട മോനാ, തന്റെ പ്രിയപ്പെട്ട പേരമകനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി കാണുന്നത് എന്താ അറിയോ? സകാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുണ്ട്. ഹുസൈനാ, കൊച്ചുകുട്ടിയല്ലേ. ഹുസൈൻ ഓടി വന്നിട്ട് ആ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്തു കഴിക്കാനായി വായിലേക്ക് കൊണ്ടുപോവുകയാ. പുണ്യനബി ഓടി വന്നുകൊണ്ട് ഹുസൈന്റെ കയ്യിൽ നിന്ന് ആ ഈത്തപ്പഴം വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിലേക്ക് തന്നെ ഇട്ടിട്ട് പറഞ്ഞു, ഇത് സകാത്താ, ലാ തഹില്ലു ലിമുഹമ്മദിൻ വലാ ലിആലി. ഈ സകാത്തിന്റെ സ്വത്ത് മുഹമ്മദിനോ മുഹമ്മദിന്റെ കുടുംബത്തിനോ ഹലാലല്ല. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഹറാമായ സമ്പാദനത്തിന്റെ ഒരു ഈത്തപ്പഴം അങ്ങ് കടന്നാൽ അത് രക്തത്തിൽ ലയിച്ചു ചേർന്ന് പോകും. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെയുള്ള തലമുറയിൽ അതിന്റെ ദൂഷ്യഫലം ഉണ്ടാകും. നിങ്ങൾ റസൂലുള്ളാഹി എത്ര കണിശമായ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, സമ്പാദനം ശ്രദ്ധിക്കണേ. ഇങ്ങനെ സമ്പാദിച്ച സ്വത്ത് നമ്മൾ ചെയ്യേണ്ടതെന്താ? അതാണല്ലോ നമ്മുടെ വിഷയം. വേഗം ഞാൻ കിടക്കുന്നു വിഷയത്തിലേക്ക്. സമ്പാദിച്ച സ്വത്ത് നമ്മൾ ചെയ്യേണ്ടതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറഞ്ഞത് വകുലൂ മിൻ റിസ്ഖി, വകുലൂ മിൻ റിസ്ഖി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആവശ്യങ്ങളിൽ പ്രധാനമായ ആവശ്യമാ വിശുദ്ധ ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞത്. ഏതാണ് ആവശ്യം? ശ്രദ്ധിക്കണം. വിനിയോഗ പറയാൻ പോകുന്നത്. വിനിയോഗവും ദുർവിനിയോഗവും രണ്ടും പറയണല്ലോ. ഇത് ഓരോന്നും ഓരോ ദിവസം പറയേണ്ടതാണ്. വിനിയോഗത്തിന്റെ ഗുണം, വിനിയോഗിക്കേണ്ട മാർഗങ്ങൾ, ദുർവിനിയോഗം, അതിന്റെ അപകടങ്ങൾ ഒക്കെ ഓരോന്നും ഓരോ ദിവസം പറയേണ്ടതാണ്. ഒക്കെ കൂടി ഒരു ഹലക സമാവാത്തിയാക്കി പറയാം. അങ്ങനെ പറയണേ. എൻ്റെ നാട്ടിൽ പറയും ഹലക സമാവാത്തി പറഞ്ഞാല് ഒക്കെ കൂടി ഒന്ന് 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 ടച്ച് ചെയ്തു പോവാം. അതിന് മാത്രമുള്ള സമയമേ ഉള്ളൂ. അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്ത് ചെയ്യേണ്ടതെന്താ? ഒന്നുകൂട്ടി വെക്കുകയല്ല, അത് വിനിയോഗിക്കണം. നല്ല ശ്രദ്ധിക്കണം. എവിടെയാ വിനിയോഗിക്കേണ്ടത്? ഒരാൾ സമ്പാദിക്കുന്ന വിനിയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേതാ? വകുലൂ ഭക്ഷണത്തിനാവണം. കാരണം എന്താ? ഭക്ഷണത്തിനാവണം അയാൾ ചെലവഴിക്കേണ്ടത്. ഏറ്റവും പ്രധാനം അതാണ്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിച്ചില്ലേ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പാദനത്തിൽ നിന്ന് നമ്മൾ വിനിയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് ഭക്ഷണത്തിന്റെ വഴിയിലാണ്. ആർക്ക് ഭക്ഷണം? നമ്മുടെ സ്വന്തം ശരീരത്തിന്. പിന്നെ ആർക്കാ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക്? അതാരാ? നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളാ, മാതാപിതാക്കൾ നമ്മുടെ സംരക്ഷണത്തിനാണെങ്കിൽ അവരും. ഇവർക്കൊക്കെ ഭക്ഷണത്തിനായി നമ്മൾ ചെലവഴിക്കണം. ഇതാണ് ഒന്നാമത്തെ ബാധ്യത. ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരികയാണ്. ഒരു
ചെറുപ്പക്കാരൻ കയറി വന്നുകൊണ്ട് പുണ്യനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ് നബിയേ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാൻ, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കല്യാണം ചെയ്യാൻ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആരോട് ചെന്ന് പറയും? റസൂലുള്ളാഹിയോട് ചെന്നിട്ട് മശ്വറ ചെയ്യും. മശ്വറ നല്ലതാണോ? അല്ലേ? ആണോ? ആണോ? ആണ്. മശ്വറ നല്ലതാണ്. അതുകൊണ്ടല്ലേ സമസ്തക്ക് പോലും മുഷാവറ ഉണ്ടായത്. മശ്വറ നല്ലതാണ്. എന്താ കാരണം? അള്ളാഹു തന്നെയാണ് മാതൃക കാണിച്ചത്. അള്ളാഹു തന്നെയാണ് മാതൃക കാണിച്ചത്. എപ്പോഴാണ്? മലക്കൾ എല്ലാവരും കൂടി വിളിച്ചിട്ട് ആദ്യ മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോണ സമയത്ത് അല്ല ചോദിക്കാൻ, അല്ലാഹു ചോദിച്ചോ, മലക്കുകളെ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാനൊരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ ആയത്തിന്റെ തൊട്ട് മുമ്പ് അല്ല പറയാം, ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യവും അറിയുന്ന ആളാണ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു പറയുന്നു, മലക്കുകളോട് ചോദിച്ചോ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിലേക്ക് എന്തൊരു പ്രതിനിധിയോ നിയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ തൊട്ടും വന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും എനിക്ക് അറിയാം, ഏറ്റവും അറിയുന്ന ആള് ഞാനാ. എന്നിട്ട് ആ അമ്മ പിന്നെ മലക്കളോട് ചോദിക്കാം, ഞാൻ മനുഷ്യൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ മശ്വറ ഈ ഒരു വിഷയത്തിന് നല്ലതാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് ഗൾഫിൽ പോവാൻ മശ്വറ നല്ലതാണ്, കച്ചവടം തുടങ്ങാൻ പോവാൻ മശ്വറ നല്ലതാണ്, അതിനേറെ ഹജ്ജിന് പോവാൻ ഒരാൾ ആഗ്രഹിക്കാം, മശ്വറ നല്ലതാണ്. ഹജ്ജിന്റെ അദബിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചില ആൾക്കാരുണ്ട്, അതൊന്നും വേണ്ട, അതൊക്കെ മൂല്യന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ് പറ്റിച്ച പണിയാണ്. മൂല്യന്മാരില്ലേ? അങ്ങനല്ലേ ഒരു കൗതും കടമ്പ നാട്ടിലുണ്ടോ? വിശ്വാസം അല്ലാഹുവേ തെറ്റിപ്പോകാതെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ ബിദ്അത്ത് വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതാണ്. ഈ സ്വഹാബി വന്നിട്ട് പുണ്യനബിയോട് മശ്വറ ചെയ്യുകയാണ്, നബിയേ, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് അപ്പൊ പറഞ്ഞു കൊടുക്കാം മശ്വറ. ആ മശ്വറ ചെയ്ത ആൾക്ക് ഉപദേശം കൊടുക്കണം. എന്താ പുണ്യല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഉസ്താദിനോടും നല്ല മശ്വറ ചെയ്യാം. ആരോടാ? കൂടെയുള്ള ചെറുപ്പക്കാരനോട്. നേരത്തെ ഇവിടെ ആശങ്ക പറഞ്ഞില്ലേ? ഒരു മശ്വറ നോക്കി പറഞ്ഞില്ലേ? ഓരോരുത്തർ നമ്മള് കല്യാണത്തിനെത്ര ഭക്ഷണം വെക്കേണ്ടി, അപ്പൊ അടുത്ത വീട്ടിലെത്ര, പക്ഷേ അവിടെ 3 ചെമ്പ് വെച്ചു, 2 ചെമ്പ് ബാക്കിയാണ്. അപ്പൊ ഇവിടെ ഒരു 5 ചെമ്പ് ബാക്കിയാണെങ്കിൽ എത്ര വെക്കണം? നമ്മളെ മശ്വറയതാണ്. ചെറുപ്പക്കാരെ കല്യാണം ചെയ്യാൻ പോകും ആരോടെ മശ്വറ എടുത്തണ്ടേ? ആ നാട്ടിൽ ഏറ്റവും മുത്തഖിയായ മനുഷ്യനോട്. ആ നാട്ടിലെ മുത്തഖിയായ മനുഷ്യനാരാവും? പള്ളിയിലിരിക്കുന്ന ഇമാമാവും. എന്റെ മാതിരിയുള്ള ആൾക്കാരെ കൂട്ടരുതേ, നല്ല നല്ല മനുഷ്യന്മാർ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരണമേ അല്ലാഹ്. എപ്പോഴും പള്ളിയില്ല, അതുകൊണ്ട് അവിടെ പോയിട്ട് മശ്വറ ചെയ്യും. ഇന്ന് അങ്ങനല്ല. ഇന്ന് കൂടുതലുള്ള ചെറുപ്പക്കാരുടെ മശ്വറ ചെയ്യും. അവനോട് ഇക്കടോ, ഞാൻ പെണ്ണിട്ടാൻ പോകും, എന്താ ചെയ്യാം? അപ്പം പറയും, പെണ്ണാണാൻ പോകുമ്പോൾ എന്നെ വിളിക്കണം. അവൻ്റെ ആദ്യത്തെ നിർദ്ദേശം, പെണ്ണാണാൻ പോകുമ്പോൾ എന്നെ വിളിക്കണം. അപ്പോൾ ഓൻ്റെ കൂട്ടിയില്ല പെണ്ണാണാൻ പോകും. പെണ്ണെ കാണാൻ പോയി നോക്കുമ്പോൾ പെണ്ണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചങ്ങായിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു, എന്തടാ ആ മൂക്ക് ഇങ്ങനെ വളഞ്ഞെന്ന് തോന്നണം. അവൻ നല്ല കണ്ട ഒറ്റ മാത്രത്തിൽ തന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ആ പെണ്ണിനെ ചങ്ങാതിക്ക് വേണ്ടി മാറ്റും. നീ കണ്ടു, ഇഷ്ടപ്പെട്ടോ, ഓക്ക് കയ്യിൽ വളർത്തി കൊടുക്കുക. അങ്ങനെ പരിപാടി ഉണ്ട് ഇവിടെ ഇല്ലേ? അൽഹംദുലില്ലാഹ്. എത്രയോ ഇവിടെ പിന്നെന്താ ചെയ്യലേ? മുട്ടായി കൊടുക്കല, മുട്ടായി കൊടുക്കൂലേ? ഓഹോ, അത് ഞാൻ പറയാൻ മറന്നുമായിരുന്നു. യെസ്, ഈ ജാതി മണ്ട ഫോണല്ല കേട്ടോ. 3G വാട്സപ്പൊക്കെ കിട്ടാവുന്ന ഫോൺ, 3Gയുടെ ഫോൺ. എന്നിട്ട് അവൻ്റെ പണി എന്താ? അവൻ കണ്ടു വന്നിട്ടേ ഉള്ളോ. അന്ന് രാത്രി തന്നെ 2 മണിക്കൂർ സംസാരിക്കന്നെ. എടോ, നീ ചെയ്യുന്നത് ഹറാം, ഹറാം, ഹറാം. നീ നിക്കാഹ് ചെയ്യാത്ത കാലത്തോളം നിന്റെ പെണ്ണല്ല അവൾ. നിനക്ക് സംസാരിക്കാൻ അധികാരമില്ലടാ ഒക്കെ പറഞ്ഞ 6-ാം നൂറ്റാണ്ട് പോയി വയലൂരിനളി പോയി. ഒരാഴ്ച 6-ാം നൂറ്റാണ്ടിൽ വയൽ പറയേണ്ട ആളാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അധികാരമില്ല എന്റെ സഹോദര. മുട്ടായി കൊടുക്കുന്ന പറഞ്ഞല്ലോ,
മൊബൈലൊക്കെ ഇങ്ങനെ കൊടുക്കല്, ആ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് തന്നെ കൈയൊക്കെ ഒന്ന് പിടിച്ചിട്ട് എടോ തൊടാൻ നിനക്ക് അവകാശമില്ല. മിഠായി കൊടുക്കാം, പണ്ട് മിഠായി കൊടുക്കൽ ഇവനല്ല, അവൻ്റെ പങ്കന്മാരും കീഴ കൊടുക്കുക. അവനൊന്ന് കണ്ടാൽ തന്നെ കണ്ടോ കണ്ടില്ലേ ആയി പോയിട്ട് കണ്ടില്ലെങ്കിലായി ഇവിടെ തിരിച്ചു പോരല്ല. ചിലരൊക്കെ പോയിട്ട് എന്തേ കാണാന് വാതിലിൻ്റെ എന്തെങ്കിലും പറയില്ല, വാതിലിൻ്റെ മൂലയ്ക്ക് ആയിക്കോട്ടെ. വാതിൽ ഞാൻ പറഞ്ഞിട്ട് ഇനി ചിരിക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. നിങ്ങളെന്നെ എന്താ ചിരിച്ചത്? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബോട്ടിൽ ചിരിക്കും. ഞാൻ പറഞ്ഞ ഭാഷ വാതിലിൻ്റെ മൂലയ്ക്ക് കണ്ടിട്ടില്ല എന്നോ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് കാണും. പിന്നെ ചോദിച്ചാലൊന്നും കൊണ്ടില്ല. പിന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് കാലം ഇങ്ങനെ പരിഷ്കരിച്ച് വന്നപ്പോൾ പേരൊക്കെ ചോദിച്ചാൽ ഒന്ന് പേര് മാത്രം ഒന്ന് പറയും. എന്നെ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്താ പറഞ്ഞത് തന്നെ തിരിഞ്ഞിട്ടില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പേരൊക്കെ ഒന്ന് ചോദിച്ചാൽ പറയണൊക്കെ കാലം. ആ കാലമൊക്കെ പരിഷ്കരിച്ച് ഒരുപാട് കാലം എന്ന് പറയും. ഇപ്പം എവിടെ എത്തിയ നിങ്ങൾ? പണ്ടൊക്കെ നമ്മൾ കയറി ചെന്നാൽ എന്താ എൻ്റെ പേര്, വിദ്യാഭ്യാസത്തിന് മദ്രസ സ്കൂളൊക്കെ പഠിച്ചു. ഇപ്പം നമ്മൾ കയറി ചെന്നാൽ കുന്തളവാൻ്റെ പേര് കൂടുമ്പോട്ട് ചോദിക്കാം. കുന്തളവാൻ്റെ പേര് നീ SSLC തോറ്റതോ ചോദിച്ചതോ? കാലം പോയ പോക്ക് അല്ലാഹു ബോധം നൽകട്ടെ. എന്തേ ഖാനർത്ഥം വന്നതാ? അവൻ പറയാ ഞാൻ മാഹീന ഗാനമേള കാളക്കൂടുന്നത് വിനിയോഗം ദുർവിനിയോഗം വിഷയത്തിന്റെ ഭാഗമാണ്. പറയുന്നുണ്ട് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടില്ല. അവൻ പറഞ്ഞു കൊടുക്കുക ഞാൻ മാഹീന പാട്ട് ഗാനമേള വെക്കണേ, ദാറ്റ് ഈസ് ലാസിം ഹേ, ഇല്ലെങ്കിൽ നമ്മളെ വരൂലേ. ഒരാദ്യത്തെ കമാൻഡാ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച സമയത്ത് തന്നെ ഞാൻ എത്ര വേദി പോയിട്ട് അവരോട് എന്റെ ഗാനമേള എടുത്തു മാറ്റി കൂടെ എന്നെ പോലും ചങ്ങായിനോട് വെച്ചാതെ എൻ്റെ അഭിപ്രായത്തിന് വെച്ചല്ല ചങ്ങായിമാരുടെ അഭിപ്രായത്തിന് വെച്ചാൽ. അപ്പൊ ഞാൻ ചോദിക്കാനും അവനോട് ബാക്കി ഞാൻ എൻ്റെ ഭാഷയിൽ ചോദിക്കാത്തതുകൊണ്ടാണ് ചങ്ങായിമാരുടെ അഭിപ്രായത്തിന്. അപ്പൊ നിനക്ക് നിന്റെ വീട്ടിൽ യാതൊരു അധികാരമില്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ ചങ്ങാതി ഉണ്ടാവില്ല മറുപടി പറയാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഒറ്റയ്ക്കേ ഉണ്ടാവൂ. അപ്പൊ പണ്ടൊക്കെ സ്വഹാബികളുടെ കാലത്തൊക്കെ പണ്ടൊക്കെ ഉസ്താമാരുടെ മശ്വറ ചെയ്യാം. നബിയോട് ഈ സ്വഹാബി പറഞ്ഞ് മശ്വറ ചെയ്യാൻ, യാ റസൂലല്ലാഹ് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നബിയേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അൻതു തഇമഹാ ഇദാ തഇംത. റസൂലുള്ളാഹി പറയാൻ നീ ഭക്ഷണം കഴിക്കുമ്പോൾ കോർക്കൊരു ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ആദ്യത്തെ ബാധ്യത അവൾക്ക് ഭക്ഷണത്തിനായുള്ള ചെലവിന് നൽകലാണ്. പുണ്യനബി പിന്നെ പറഞ്ഞു നീ ധരിക്കുമ്പോഴൊക്കെ അവളെയും ധരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് ധരിക്കാനുള്ള കഴിവുണ്ടോ അവൾക്കും നീ ധരിക്കാൻ വാങ്ങിക്കൊടുക്കണം. അപ്പൊ സമ്പത്ത് വിനിയോഗിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഭക്ഷണത്തിലാണ്. രണ്ടാമത്തതോ നാണം മറക്കാൻ വസ്ത്രം വാങ്ങിക്കാൻ. എല്ലാം ശ്രദ്ധിക്കണം. എന്തിനാ വസ്ത്രം? ഭക്ഷണം എന്തിനാ? ഇതിന്റെ കൂടെ ഞാൻ ദുർവിനിയോഗം കൂടി പറയാം, കാരണം അല്ലെങ്കിൽ സമയം കിട്ടില്ല. വിനിയോഗവും ദുർവിനിയോഗവും ഞാൻ ചേർത്താണ് പറയാം, സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പറഞ്ഞ ഒന്നാമത്തത് ഭക്ഷണത്തിനാണ് വിനിയോഗിക്കേണ്ടത്. എത്ര ഭക്ഷണത്തിന് ഉസ്താദെ ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് തന്നെ വിനിയോഗിച്ചത്. എന്തേ ഓൻ്റെ വീട്ടിൽ മംഗലത്തിന് പോയി നോക്കിയ സമയത്താണ് എന്തേ കോഴി ബിരിയാണി, ആട് ബിരിയാണി, പിന്നെ എന്ത് ബിരിയാണി? ചെമ്മീൻ ബിരിയാണി, അയക്കോറ ബിരിയാണി, അതിൻ്റെ അപ്പുറത്ത് വെള്ളപ്പം, അതിൻ്റെ അപ്പുറത്ത് നൂൽപുട്ട്, അതിൻ്റെ അപ്പുറത്ത് പൊറാട്ട, അതിൻ്റെ അപ്പുറത്ത് മൈദ പൊറാട്ട, അതിൻ്റെ അപ്പുറത്ത് ഗോതമ്പ് പൊറാട്ട, അതിൻ്റെ അപ്പുറത്ത് പിന്നെന്തൊക്കെയുള്ളത്? ഉള്ളിവട, പുളിവാളം. പുളിവാളെന്ന് കേട്ടപ്പോ തന്നെ എന്റെ വായില് വെള്ളം പോയി. കണ്ടിട്ടില്ല അൽഷാ. ഞാൻ വേറെ സ്ഥലത്ത് ഇവിടെ ഈ രാമങ്കലിലൊക്കെ പോയ സമയത്ത് നമ്മളെ കൂടെ ഹജ്ജിനുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു. അന്ന് അവിടെ കാലത്തിന് ഭക്ഷണം പറഞ്ഞു വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണം, കൊണ്ടുപോയി ഭക്ഷണമൊക്കെ. അന്നാ ഞാൻ ഈ കാസർഗോഡിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഒക്കെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഭയങ്കര ആതിഥ്യ മര്യാദ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് ശീലിക്കണം എന്നാണ് എനിക്ക് തോന്നണത്. കാരണം എന്താ പറയുക, ടേസ്റ്റിൽ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ ആ ടേസ്റ്റ് പിടിക്കുകയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭക്ഷണം നൽകിയോക്കൊക്കെ അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകട്ടെ. അവിടെ വന്നപ്പോഴാണ് ആ സഹോദരൻ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ കണ്ടോന്ന് വെച്ചു. അങ്ങനെ
ഒരു 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 വലിയ തടിച്ച കയറിൻ്റെ മാതിരി ഇങ്ങനെ കുറേ ജിലേബിൻ്റെ ഒക്കെ മാതിരി അതിൻ്റെ ഒരു കുറച്ച് മൂത്താപ്പയായ ഒരു സാധനം. എന്നോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിള വന്ന ആദ്യത്തെ ദിവസം നാസ്തക്ക് കൊടുക്കൽ ഇതാന്ന് പറഞ്ഞു. ഞാനെന്തൊരു പേര് വന്നു മറന്നില്ല. അതാണോ ഈ പുളിവാണം? അല്ലല്ലേ? അല്ല, എന്നാ ഒന്ന് പോണേക്ക് കാണണമല്ലോ. ഭക്ഷണത്തിനാണ് ഏറ്റവും പ്രധാനം. ഇവൻ പറയുന്നുണ്ട് ഞാൻ ഭക്ഷണത്തിനൊക്കെ ചെലവാക്കി 5 ചെമ്പ് കുഴിച്ചു കൂടിയാൽ എന്താ ഭക്ഷണം തന്നെയല്ലേ? എന്താണ് പറഞ്ഞത്? ഭക്ഷണത്തിനാണ് ചെലവഴിക്കേണ്ടത്. കേട്ടോളോ, ഭക്ഷണം കഴിക്കേണ്ടത് എത്രയാണ്? ഞാൻ ഈ ഒരൊറ്റ വിഷയം മാത്രം, ഭക്ഷണത്തിനുള്ള സമ്പത്തിന്റെ വിനിയോഗവും ദുർവിനിയോഗവും മാത്രം പറഞ്ഞാൽ ഇന്നത്തെ മഴവിന്റെ സമയം കഴിഞ്ഞു പോകും. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. ഒറ്റ വാക്കിലൂടെ കടന്നു പോവുകയാണ് ആ വിഷയത്തിലൂടെ. ഭക്ഷണത്തിന് ചെലവഴിക്കേണ്ടത് എത്രയാണ്? ഭക്ഷണം കഴിക്കേണ്ടത് എത്രയാണ്? പുണ്യനബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്രയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ഒരാൾക്ക് അയാളുടെ മുതുക് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം അയാളുടെ ജീവിതം നിലനിൽക്കാൻ മാത്രമാ ഭക്ഷണം കഴിക്കേണ്ടത്. എന്നിട്ട് പുണ്യനബി പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭക്ഷണം കഴിക്കുന്നവരോട് ശ്രദ്ധിക്കാൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? വയറിനെ 3 ഭാഗമാക്കി മാറ്റണം. ഒരു ഭാഗത്ത് നിങ്ങൾ ഭക്ഷണം, ഒരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം നിങ്ങൾ കാലിയായി ഒഴിവാക്കിയിടണം. എന്തിനാ? അത് ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനുമാ. അത് ശ്വസനത്തിനാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗം ഭക്ഷണം 3 ഭാഗമാക്കണം. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം അവിടെ കാലിയായി കിടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചതിന് ശേഷം നമ്മളെ വയറിൽ അങ്ങനെ ഏതെങ്കിലും കാലി ചെയ്യുന്നു? നമ്മുടെ വയറിൽ കാലിയായിട്ടുണ്ടോ? ചിന്തിക്കണം. എന്നിട്ട് പുണ്യനബി പറഞ്ഞ എന്താ? അധിക രോഗങ്ങളുടെയും കാരണം ആമാശയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആധുനിക മോഡേൺ മെഡിക്കൽ സയൻസ് ഇത് സമ്മതിക്കുന്നു. എന്താ പറഞ്ഞേ? മെഡിക്കൽ സയൻസ് പറയാം, വയറ് നിറക്കുന്നതാണ് അധിക രോഗത്തിന്റെയും കാരണം. എല്ലാ രോഗത്തിന്റെയും ഹേതുകം. അടിച്ചു മാറിയിട്ട് ഇത്ര നമ്മളെ നാട്ടിലൊക്കെ കല്യാണത്തിനുണ്ടെങ്കിൽ അവിടെ കണ്ട് കല്യാണത്തിന്റെ തലേന്നൊരടി, കല്യാണത്തിന്റെ അന്നൊരടി, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി വേറെ ഒന്ന്, പിറ്റേ ദിവസം ഒരു ചാക്കിയാർ പൊട്ടി. ഇവിടെ എന്തായാലും പറയാനറിയില്ല. തലേന്നുള്ളതിന് അവർ പറയും മൈലാഞ്ചി. നമ്മളെ സാധുക്കളായ 2 ആൾക്കാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് എനിക്ക് വലിയ ഉപദ്രവം തിരിച്ചു കൊണ്ടുമ്പോൾ ഉണ്ടാവില്ല. ഈ നാട്ടിൽ എന്താ അല്ലെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ നാട് പറഞ്ഞത്. തലേ ദിവസം മൈലാഞ്ചി 1, 2 പിന്നെ കല്യാണത്തിന് അന്ന് ഉച്ചക്കൊന്ന്, അന്ന് രാത്രി പിന്നെ വേറെ പരിപാടി. ഇവിടെ ആണ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കില്ല, പെണ്ണ് ആണ്ടെ വീട്ടിൽ താമസിക്കില്ല. ആണ്ടെ വീട്ടില പെണ്ണിന്റെ വീട്ടില ആണ്ടെ വീട്ടില. ചിലവരൊക്കെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തോന്നല്ലോ. അപ്പൊ ഇവിടുന്ന് കുറച്ചാണ് പോയി കല്യാണം കഴിച്ചിട്ടുണ്ടാവൂലേ? ഫസ്റ്റ് ദിവസം അവിടെ താമസിക്കൂലേ? അതെല്ലാം കിട്ടേണ്ടി. ഫസ്റ്റ് ദിവസം അവിടെ താമസിക്കും. അപ്പൊ നിങ്ങളെ കൂടെ കുറച്ച് ആൾക്കാരും വരൂല്ലോ. അപ്പൊ തലേ ദിവസം മൈലാഞ്ചിക്ക് അടിച്ചോ തന്നെ അന്ന് ഉച്ചക്ക് കുടിച്ചു. ഓനാകെ ദഹനക്കേടായിട്ട് ഓൻ പോയിട്ട് സോഡ കുടിച്ചിട്ട് ഇത് ശരിയായില്ലല്ലടാ. പെപ്സിയാണോ സെവനപ്പാണോ നല്ലത്? ഏയിന്റെ വെള്ളം പോലും എന്ന് പറഞ്ഞേ. ഏയിന്റെ വെള്ളം പോലാണ്. അത് ഞാൻ കേട്ടത് നിങ്ങളെ നാട്ടുകാരെടുത്തത്. അവർക്ക് മക്കത്തെ ഹജ്ജിന് വന്ന സമയത്ത് നമ്മളെ ഈ UMSന്റെ കൂടെ ഒക്കെ കുറെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ സെവനപ്പ് എന്തോ പെപ്സിയും സെവനപ്പൊക്കെ ഉണ്ടാടേ. അപ്പൊ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, മോനെ എനിക്ക് ആ ചോപ്പ് സാധനം വേണ്ട, ആ പച്ച കാണുന്ന ഏഴിന്റെ വെള്ളം പോലും തന്നാള് പറഞ്ഞു. ഏഴിന്റെ വെള്ളം പോലും 7 അപ്പ്. അതന്നെ അത് നമ്മളെയും ഇംഗ്ലീഷ് പറഞ്ഞെന്നുള്ളൂ. പാവമ്മ മലയാളത്തിൽ പറഞ്ഞു. നമ്മക്കൊക്കെ 2 ഇംഗ്ലീഷ് പറഞ്ഞല്ലേ ശരിയാവും. അപ്പൊ എന്റെ ദഹനക്കേടായിട്ട് ഇത് കുടിച്ചിട്ടാ പിന്നെ രാത്രി പുതിയാപ്പളിന്റെ ഒപ്പം പോവാൻ വയറ് ശരിയാക്കാം.
അന്ന് രാത്രി അവൻ അടിച്ചപ്പോൾ ദഹനക്കേടായി കടന്നു, ഛർദിയായി. ഈ 3 ദിവസം ഈ 3 രാത്രി നേരവും അടുപ്പിച്ച് ഭക്ഷണം വയറ് നിറയെ കഴിച്ചത് കൊണ്ട് പിറ്റേ ദിവസം അവൻ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ നമ്മുടെ അയൽപക്കത്തില്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവരില്ലേ? ഒരാൾ പറഞ്ഞു എന്റെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവരൊന്നുമില്ല എന്നുണ്ട്. വെറുതെ പറയാം. നിങ്ങൾ എന്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഒരു നേരം നിങ്ങൾക്കറിയാം, പരിശുദ്ധമായ റമദാൻ ഒരു കൊല്ലത്തിൽ കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്ന എത്ര മനസ്സുകളുണ്ട്. യാചന ഒരു ഭാഗത്തുണ്ട് ആവശ്യമില്ലാതെ, എന്നാൽ ആവശ്യമുള്ളവർ എത്ര വന്ന് ചോദിക്കുന്നവരുണ്ട്. ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിവാഹത്തിന്റെ അന്ന് രാത്രി നമ്മൾ ഗാനമേള നടത്തുന്നില്ലേ എന്റെ പ്രിയമുള്ള സഹോദര? 25,000 ഗാനമേളക്ക് കൊടുത്തത് അന്ന് രാത്രി നമ്മൾ പകലും വീഡിയോ എടുക്കാൻ, അത് കേസറ്റായി പിടിച്ചെടുക്കാൻ 15,000. എന്നിട്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുലച്ചത് പന്തൽ, നമ്മുടെ പന്തൽ കേൾക്കണോ നിങ്ങൾക്ക്? ഞാനൊരു വിവാഹത്തെ കുറിച്ച് കേട്ടോ, 30 ലക്ഷമാ പന്തലിന്റെയും ഭക്ഷണത്തിന്റെയും ചെലവ്. 30 ലക്ഷമാ. നിങ്ങൾ ആലോചിക്കണം, മംഗലം പഠിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദര, ആ പന്തലിൽ ഇരുന്ന് നീ നിന്റെ മകളുടെ കഴുത്തിൽ 50ഉം 60ഉം പവൻ അണിയിച്ച് ഈ ആ മകളുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി വരനാകാൻ അന്ന് ആരുടെ കൈ പിടിച്ചിട്ട് എന്ന നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ വീടിന്റെ തൊട്ടടുത്ത് 28 വയസ്സായി, ഇതുവരെ ഒരു ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, സ്വപ്നം കാണുക പോലും ചെയ്യാൻ കഴിയാത്ത ആ പാവപ്പെട്ട പെങ്ങളില്ലേ, അവളും നിന്റെ മകളല്ലേ? എന്തേ വ്യത്യാസം? നിന്റെ രക്തത്തിൽ പിറന്നില്ലെന്നല്ലേ ഉള്ളോ? അവളും നിന്റെ സഹോദരിയല്ലടാ, അവളും നിന്റെ പെങ്ങളല്ലടാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു വെറുതെ വിടുന്നു വിചാരിക്കണ്ടോ? അല്ലാഹു വിടില്ല, അല്ലാഹു വിടില്ല, പടച്ച തമ്പുരാൻ വിടില്ല. എന്റെയും നിങ്ങളുടെയും കയ്യിൽ സ്വത്ത് തന്നത് തോന്നിവാസം കളിക്കാനല്ല. പിന്നെ وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. شد القرآن. وإن من شيء إلا عندنا خزائنه. ഏതൊരു വസ്തുവിന്റെയും ഖസാന നമ്മുടെ കയ്യിലുണ്ട്. وما ننزله إلا بقدر معلوم. ഓരോ കാലഘട്ടത്തിനും ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇറക്കുന്നതെന്ന് അല്ലാഹു അസ്സ വജൽ. ചൊല്ലണം. ഏറെ വിചിന്തനീയമായ ഒരായത്ത്, ഏറെ വിചിന്തനീയമായ ഒരായത്ത്. നല്ല ശ്രദ്ധിക്കണേ, ഏറെ വിചിന്തനീയമായ ഒരായത്ത്. ഞാൻ ഈ വിഷയം ഇന്നലെ മെനിഞ്ഞാന്നിട്ടെങ്കിൽ ഇതാണ് വിഷയം തിരുന്നത്. മറ്റേ ഞാൻ ഇങ്ങനെ ഇടാൻ സമ്മതിക്കൂല, ഓരോന്നേ ചർച്ച ചെയ്യാൻ പറ്റും. കാരണം അത്ര ഗഹനായ വിഷയം, അത്ര ഗഹനമാണ്. സാധാരണ വേദനൊക്കെ പോയാൽ പറയാൻ എന്താ അറിയും? സാറേ, ഇസ്ലാമും സഹോദരി, ഖുർആനും ശാസ്ത്രവും. നമുക്ക് മനസ്സിലായി, ഖുർആനും ശാസ്ത്രമൊക്കെ നല്ല നല്ല മത ഇസ്ലാം. നമുക്കെന്ത് കിട്ടി? മനസ്സിലാക്കേണ്ടതാണ്. അല്ല എന്നല്ല, നിങ്ങൾ ആലോചിക്കണം, എത്ര വലിയ അപകടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എത്ര വലിയ അപകടം. എന്താ ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? വലാ തുബദ്ദിർ തബ്ദീറാ, ദുർവിനിയോഗം ചെയ്യല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ, ദുർവിനിയോഗം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാ. ആര്? ഖാല അല്ലാഹു അസ്സ വജൽ. കണ്ടോ കേൾക്കൂ നിങ്ങൾ, ദുർവിനിയോഗം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാ, പിശാചിന്റെ കൂട്ടുകാരാ. ഞാൻ പറഞ്ഞതാണോ? ആണോ? ഇല്ല. നിങ്ങൾ പോയിട്ട് പറയണ്ട, ഏതെങ്കിലും കല്യാണത്തിൽ പോയി ദുർവിനിയോഗം കണ്ടിട്ടാ ആ കൂട്ടം വന്ന മൊയ്യാരെ എന്നെ കുറിച്ച് എന്നെ പറഞ്ഞ ചെയ്താനാണ്. ഞാനല്ലേ പറഞ്ഞേ, അല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ, അവർ പിശാചിന്റെ കൂട്ടുകാരാണ്.
ചെമ്പ് ഭക്ഷണം കൊണ്ടുപോയി കുഴിച്ചു കൂടിയിട്ട് നമുക്കെന്താ കിട്ടി? ആവശ്യമില്ല എത്ര മനുഷ്യന്മാർക്ക്. ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കാറില്ല? ആരും അതിനെ മുങ്ങൂലല്ലോ? ആരും അതിനെ മുങ്ങോ? നിങ്ങൾ ആവശ്യമുള്ള ഭക്ഷണമാണോ വീട്ടിലുണ്ടാക്കാറുള്ളത്? 5 ആളാ വീട്ടിലുള്ളത്. 5 ആളെ ഭക്ഷണം ഉണ്ടാക്കും. 5 ആളെ ഭക്ഷണമാണോ ഉണ്ടാക്കാറുള്ളത്? അമ്മമാരെ പറഞ്ഞത് ആരെ കുറിച്ചാണ്? വീട്ടിൽ ഭക്ഷണം അനാവശ്യത്തിനുണ്ടാക്കി കൊണ്ടുപോയി കുഴിച്ചു മൂടുകയും കളയുകയും ചെയ്യുന്ന ആളുകളാ പിശാചിന്റെ കൂട്ടുകാരാണ്. നമ്മൾ ഇബ്ലീസ് എന്നൊക്കെ കേട്ട എന്ത് ഉഷാറാ. കേട്ടാ ശൈത്താൻ തന്നെ പേടിച്ചു. പക്ഷെ ശൈത്താന് വലിയ സന്തോഷമാണ്. അങ്ങനൊക്കെ പറഞ്ഞോളി, എന്നാലും നിങ്ങൾ നമ്മളെ പാർട്ടിക്കാരനാ, നിങ്ങൾ നമ്മുടെ പാർട്ടിക്കാരനാണ്. അത്രയ്ക്ക് വലിയ സന്തോഷം. നമ്മൾ ഇനി ലാനത്തുമായി 100 വട്ടം ചൊല്ലിയിട്ടും കാര്യമില്ല. ഇക്കോളത്തിൽ നമ്മൾ ചെയ്തിട്ട് ആണോ? ചിന്തിക്കണം. ഭക്ഷണം കളയാറുണ്ടോ ഉമ്മ? ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നോട്ടെയോ? കരയാതിരിക്കാൻ കഴിയുമോ? അത് കേൾക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കേൾക്കണേ. നിങ്ങൾക്ക് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി മനസ്സിലാക്കണ്ട, ഈ പണം എമ്പാട് നമ്മളെ കയ്യിൽ വന്നത് അന്ന് നമ്മളെ വലിയ സ്നേഹിച്ചതാണ്. അല്ലാഹു നമ്മളെ സ്നേഹിച്ചതാണെന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയാണോ ചിലവർ പറയാം അല്ലേ? പൈസ നല്ല ഉണ്ടായ പഠിച്ചോനെ ഓൻ അള്ളാഹ്ക്കോനോട് എന്തൊരു ഇഷ്ടം. ഞാൻ തഹജ്ജുദ് പോലും ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുന്ന ആളാ. എന്നെ പഠിച്ചോനെ തീരെ കണ്ടുകൂടാ. ഓനാണെങ്കിലോ ഉന്ത്യ പടിഞ്ഞാറ് പോകൂല, കേക്കോട്ടാ പോകും. അങ്ങനെ ഉന്ത്യാൽ പടിഞ്ഞാറ്റ് പോകൂല, കേക്കോട്ടെ. ഓൻ അള്ളാഹ്ക്കോനോട് എന്തൊരു ഇഷ്ടം. ഇത്രേ പഠിച്ചോൻ കൊടുക്കണത്. സമ്പത്ത് ആദരവിന്റെ മാനദണ്ഡമല്ല. സമ്പത്ത് ആദരവിന്റെ മാനദണ്ഡമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാകേണ്ടതാരുക? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, നബിയേ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലാ ദിവസങ്ങളോളം പുക ഉയർന്നില്ല, പട്ടിണിയാ, പരിവട്ടമാ. അപ്പോഴല്ലേ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞത്, നബിയേ അല്ലാഹു പറഞ്ഞയച്ചതാണ് എന്നെ റബ്ബിന്റെ സന്നിധിയിൽ നിന്ന് യാ റസൂലുള്ളാഹ് ഞാൻ വരുന്നത്. അല്ലാഹു അങ്ങയോട് ചോദിച്ചിട്ടുണ്ട്, ഈ കാണുന്ന ഉഹദ് പർവ്വതം അങ്ങേക്ക് ഞാൻ സ്വർണ്ണമാക്കി തരട്ടെയോ നബിയേ? ചിന്തിക്കണം. റസൂലുള്ളാഹിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശറതു നാജി റബ്ബകൽ ഖയ്യൂമ. നബിയോട് ചോദിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി കുറച്ച് നേരത്തിന് ഇങ്ങനെ മൗനമായിരുന്നു. നബിയേ നബിയേ കുറച്ച് നേരം മൗനമായി ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി. എന്നിട്ട് തല പൊക്കിയിട്ട് പറഞ്ഞു, ജിബ്രീലേ വേണ്ട വേണ്ട.